എനിക്ക് മായോട് ഇന്നെന്നല്ല ഒരിക്കലും ഒരു ദേഷ്യവും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. സത്യം പറയാമല്ലോ, പവറോൺ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മായ അല്പം റാഷായിട്ട് സംസാരിച്ചു. അതിന് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്ലീസ് മായേ, മാപ്പ്. ഒരു DGP ഇത്രയും അധപ്പതിക്കാൻ പാടില്ല. DGPക്ക് ക്ഷമ പറയാൻ പാടില്ലെന്നോ പ്രേമിക്കാൻ പാടില്ലെന്നോ ഇന്ത്യൻ പീനൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കാലം കൊണ്ട് മായേ ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു 1000 വട്ടം ആവർത്തിച്ചാലും എന്റെ ഉത്തരം നോ എന്നായിരിക്കും. അല്ല, മായയുടെ കണ്ണിൽ എനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 48 അതോ ഒരു കുട്ടിയുടെ അച്ഛനായത്, അതോ 2ാം കെട്ടുകാരനാണെന്നോ? ഈ പറഞ്ഞതൊക്കെ നിസ്സാരമായി കളഞ്ഞാലും എന്റെ മുന്നിൽ നിങ്ങൾ ഒരു ബിഗ് സീറോ ആണ്. പല പ്രാവശ്യം മുഖത്ത് കാറി തുപ്പിയിട്ടും ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിങ്ങൾ ഒരു പുരുഷനാണോ? ഇനി നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിന്നെ പോലത്തെ ഒരു നത്തോലി കമ്മീഷണർ എന്നെ എടുത്താനാടി? കാണാൻ നല്ല ഗുമ്മുള്ളൊരു ശരീരം, അതിനോട് ഭാര്യ മരിച്ച് എനിക്കൊരു ആരെ പണ്ടാരണം കാണണ പന്നീന്റെ മോനെ ഈ അലാക്കിലെ ഓടിപ്പ്. നിങ്ങളായിരുന്നു? നിങ്ങളുടെ മോളെന്താണപ്പ ഒരുമാതിരി ജിന്നിനെ കണ്ട മാതിരി? കാര്യം പറയടോ. അവള് മരിച്ചു. നിങ്ങൾ ആരെങ്കിലും പൊക്കിയ? വയസ്സെത്ര? 14 16? കമ്മീഷണർ മായാപ്പിള്ള മരിച്ചു. താൻ കൊന്നോടോ പിള്ളേ? കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ലടോ. അവള് ബലം പിടിച്ചപ്പോ ഒരു കയ്യബദ്ധം പറ്റിയതാ. നിങ്ങളുടെ ഒടുക്കത്തെ ആർത്തി കണ്ടപ്പോഴേ നമ്മൾ കരുതിയതാ ഇതിങ്ങനെ വരൂന്ന്. ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം അല്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ബേജാറാണ്ടിരിക്കേ. ഓടെ മയത്തിന്മേ ചെറിയ ഒരു ഡെക്കറേഷൻ, സംഗതി ആത്മഹത്യ. എന്തേ? എന്നെ കൊണ്ടൊന്നും വയ്യ. ഇങ്ങനെ ആരെങ്കിലും വിളിച്ചോന്ന്? ഒക്കെ നമ്മളേറ്റെന്ന്. കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ 2 എണ്ണം കൂടെ വീശിയിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നാളെ പുലരുമ്പോ ഒരു ഫോൺ വരും. ആദ്യം ഒന്ന് ഞെട്ടണം. എന്നിട്ട് ഷർട്ടും മേലൊരു കറുത്ത തുണിയും കുത്തി ചുണ്ടും വിറപ്പിച്ച് ഓടെ വീട്ടിലോട്ട് അങ്ങ് പോയാ മതി. നിങ്ങൾ കേറി പോയെന്ന്. നിങ്ങൾ കേറുന്നു. പിറ്റേന്ന് മായാപ്പിൾ ആത്മഹത്യ ചെയ്തു എന്ന് വാർത്ത അറിഞ്ഞ അവിടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടത് കയ്യിൽ ഹാങ്കപ്പ് അണിഞ്ഞ് വെയിൻ മുറിച്ച് മരിച്ചു കിടക്കുന്ന മായയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കൊലക്കുറ്റിൽ നിന്നും എന്നെ രക്ഷിക്കാൻ മൂസ തെളിവെല്ലാം മായ്ച്ചിരുന്നു. ഞാൻ പറഞ്ഞ സത്യമാണ് സാർ. മായ കൊന്നത് ഞാൻ തന്നെയാണ്. DGP വിശ്വസിച്ചിരിക്കുന്നത് അയാളുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിൽ കട്ടിലിൽ തലയടിച്ച് അവർ മരണപ്പെട്ടു. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയെന്നാണ് മൂസ പിള്ളയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. DGP പിള്ള അവിടെ നിന്ന് പോന്നതിനും മൂസ മായാപ്പിള്ളയുടെ വീട്ടിൽ ചെന്നതിനും ഇടയ്ക്കാവണം യഥാർത്ഥ കൊലയാളി അവിടെ വന്ന് പോയിട്ടുണ്ടാവുക. അപ്പോ മൂസയെ കിട്ടിയാൽ ഇതിന്റെ സത്യം അറിയാം. ഇതിലും ഭേദം ജയിലായിരുന്നു. കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുക. നിങ്ങൾ എന്താന്ന് വെച്ചാ പെട്ടെന്ന് തീരുമാനിക്കും. ഒന്ന് തുള്ളാന്നില്ലടോ കാക്ക, അല്ലെങ്കിൽ താൻ അവന്റെ മറ്റേടത്തേക്കല്ലേ തന്റെ ശ്വാസം മുട്ടിൽ അവൻ മാറ്റി തരും. ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുക. നേരെ ചൊവ്വ ഒരു വറ്റിറങ്ങുന്നില്ല എനിക്ക്. അരി എത്തിയാൽ പിന്നെ വറ്റിറങ്ങാൻ പ്രയാസമായിരിക്കും മൂസ. പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിയ അവരിടിച്ചു പിഴിയും. എന്റെ ശരീരം വേദനിച്ച എല്ലാരെയും നമ്മൾ കരയിപ്പിക്കും. അതിനു മുമ്പ് നമ്മളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ മൂസയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവിടെ അവൻ മുട്ടുകുത്തും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ മൂസയെ പിന്നെയും ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ തനിക്കും ഒപ്പം എനിക്കും? അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഗ്വാളിയർ പാലസിലോ മൈസൂർ പാലസിലോ എങ്ങോട്ടെങ്കിലും നമ്മളെ മാറ്റിയാ മതിയെന്ന്. പക്ഷേ തമ്പ്ര ഒന്നോർക്കണം, 1 2 കോടി രൂപയുടെ ലാഭമല്ല നമ്മൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പാലസിലാണെങ്കിലും പണം വേണം ജീവിക്കാൻ. പക്ഷെ പിണത്തേൻ ജീവിക്കാൻ പണം വേണ്ട മൂസയെ. ആരൊക്കെ ചെയ്തിട്ടില്ല നമുക്ക്.
സാഹിബിന് പോലീസുകാർ തല്ലുകൊന്ന് കൊണ്ടിട്ടതാണ് അവിടെ. അല്ലാതെ യുവമാരുടെ കയ്യിലുണ്ടായിരുന്ന സാഹിബ് എങ്ങനെ ഇവിടെ കത്ത് കിടക്കും? പറയടാ, നിന്റെയൊക്കെ കൈ കൊണ്ടല്ലേ ഞങ്ങളുടെ സാഹിബിനെ അടിച്ചു കൊന്നത്? വെട്ടി എടുക്കടാ കൈ. ക്രൈംബ്രാഞ്ച് മാസികയും ഈ പ്രോപ്പർട്ടി ലിസ്റ്റിൽ മിസ്സിംഗ് ആണ് സർ. മനഃപൂർവ്വമാണ് ആ മാസിക ആരെങ്കിലും നീക്കം ചെയ്തതെങ്കിൽ ചെറിയാൻ ഐസക്കിന്റെ ക്രൈംബ്രാഞ്ച് ശരിക്കും ആരുടെയെങ്കിലും കുറ്റപത്രമായിരിക്കും. മൂർത്തി സാർ എവിടെ? നാളെ വോട്ടിംഗ് ആണ്. വോട്ടേഷൻ ലിസ്റ്റും കൊണ്ട് അവസാന റൗണ്ട് പര്യടനത്തില. ദേശക്കരെ സാറ് മറന്നു. ബാലറ്റ് പെട്ടിയിൽ തോറ്റാലും ഇവിടെ നമ്മൾ ജയിക്കണം സേവ്യർ. ആലോചിക്കാൻ സമയമില്ല. ക്രൈംബ്രാഞ്ചിനെ ഒന്ന് പൊക്കണം സർ. അടിക്കില്ലേ സാർ? പല മാന്യന്മാരുടെയും പുറത്തു പറയാൻ കൊള്ളാത്ത പല രഹസ്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് കമ്മീഷണർ മായാപ്പിള്ളയായിരുന്നു സർ. മാസിക തുടങ്ങാൻ പൈസ തന്ന് സഹായിച്ചതും അവരാ. ആദ്യ ലക്കം തന്നെ ഒരു സംസാര വിഷയമാകാൻ എന്തെങ്കിലും ഒരു ഹോട്ട് ന്യൂസ് പറഞ്ഞു തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു പത്രക്കാർക്കും കിട്ടാത്ത ഒരു ഹോട്ട് ന്യൂസ് അവരെനിക്ക് പറഞ്ഞു തന്നു. ഇടയാറൻ ഡാമിലെ എഞ്ചിനീയർ തിരുമുൽപ്പാടിന്റെ കൊലയ്ക്ക് പിന്നിൽ പവർ ഓൺ കമ്പനിയും മൂസ എന്ന രാഷ്ട്രീയക്കാരനുമാണെന്ന്. ഞാനത് ക്രൈംബ്രാഞ്ച് വാരികയുടെ ഒരു കണ്ടുപിടുത്തമായിട്ട് എഴുതി സർ. ഉദ്ഘാടനത്തിന് മുമ്പ് ന്യൂസ് ലീക്ക് ആവരുതല്ലോ എന്ന് കരുതി അച്ചടിച്ച കോപ്പികളെല്ലാം എന്റെ വീട്ടിൽ തന്നെയാണ് സാർ സൂക്ഷിച്ചത്. അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. ഒന്ന് എനിക്ക് ന്യൂസ് തന്ന കമ്മീഷണർ മായാപിള്ളയ്ക്കും, മറ്റൊന്ന് പൊന്നു തമ്പുരാനും. ഐസക്കിന് ഈ ഹോട്ട് ന്യൂസ് എവിടെ നിന്ന് കിട്ടി? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. കമ്മീഷണർ മായാപിള്ളയാണ് എല്ലാ വിവരവും പറഞ്ഞു തന്നത്. നാളെയോ മറ്റന്നാളോ അറസ്റ്റ് നടക്കും തമ്പുരാൻ. അവർക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഏതോ ഒരു വലിയ തിമിങ്ങലം കൂടി കുടുങ്ങാനുണ്ടത്രേ. അതാളാരാണെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല. കോപ്പിയെല്ലാം ഏജന്റുമാർക്ക് അയച്ചു കഴിഞ്ഞോ? ഇല്ല, ഞാൻ തന്നെ നേരിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കുക. തൽക്കാലം ഒരു പഴയ പെട്ടിയോട്ടോ വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും പണം തന്നെ സഹായിച്ചത് കമ്മീഷണർ സാറാണ്. പോലീസ് ആണെങ്കിലും പൊന്നു മനസ്സാണ് അവർക്ക്. നല്ലവർക്കൊക്കെ ഈ ഭൂമിയിൽ അൽപായുസാണ് ചെറിയാനേ. കൊട്ടാരത്തിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രാത്രിയിൽ മാസിക കടകളിൽ എത്തിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വീടിന് പുറത്തേക്ക് വന്ന ഞാൻ കണ്ടത് മാസിക കയറ്റിയ എന്റെ ഓട്ടോറിക്ഷ നിന്ന് കത്തുന്നതാണ്. ആരാണിത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായില്ല സാർ. പിറ്റേ ദിവസം പ്രതാപവർമ്മ തമ്പുരാൻ എന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എല്ലാ വിവരവും അറിഞ്ഞെന്നും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതെന്നും പറഞ്ഞ് എനിക്ക് കുറേ രൂപ തന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് കളറായി, പ്രസ് ഓഫ്സെറ്റ് ആക്കി, കാറായി, പത്രാസായി. താൻ ചെല്ല്. ഓ, അടൂർ കോവിലകത്തെ ഇളമുറ തമ്പുരാന് മായാപ്പിള്ളയോട് ഇത്രയും അടുപ്പം വരാൻ കാരണം? സേവ്യർ,